എല്ലാ വർഷവും മഴ പെയ്ത് ഇന്ത്യയിലെ ജലാശയങ്ങളെല്ലാം നിറയുന്നതിന് എത്രയോ മുന്നേ കരയിൽ നിന്ന് 1000-ലധികം കിലോമീറ്ററുകൾക്കകലെ ഇതിനെല്ലാം കാരണഭൂതനായ ഒരാൾ യാത്ര ആരംഭിക്കുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം. ടെക്നിക്കലി മൺസൂൺ ആദ്യമായി എത്തുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ്. എന്നാൽ ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ മൺസൂൺ ആദ്യമായി തൊടുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തെയാണ്. എന്തുകൊണ്ട് കേരളം? എന്തുകൊണ്ട് ഗുജറാത്തോ അല്ലെങ്കിൽ തമിഴ്നാടോ ആയില്ല? ഇതെല്ലാം അറിയണമെങ്കിൽ ആദ്യം മൺസൂണിനെ അറിയണം. കാരണം ഇത് വെറും മഴ മാത്രമല്ല, മറിച്ച് ഓഷ്യൻസും ഡെസേർട്ട്സും മൗണ്ടൻസും അതുപോലെ എർത്തിൻ്റെ റൊട്ടേഷനും എല്ലാം അടങ്ങിയ ഒരു വലിയ അറ്റ്മോസ്ഫിയറിക് എഞ്ചിൻ്റെ കഥയാണ്. അപ്പോൾ ശരി, ആ കഥ കേട്ടാലോ? ശരിക്കും കഥ തുടങ്ങുന്നത് ഇന്ത്യയിലെ സമ്മർ സീസൺ മുതലാണ്, അതായത് ഏപ്രിൽ മെയ് മാസം മുതൽ. ഈ സമയത്ത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, എസ്പെഷ്യലി രാജസ്ഥാനൊക്കെ അടങ്ങിയ അവിടത്തേക്ക് ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 to 45 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ലാൻഡ് ഇതുപോലെ ചുട്ടു പഴുത്ത് നിൽക്കുന്ന സമയത്തും ലാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓഷ്യൻ റിലേറ്റീവ്ലി കൂളറായിരിക്കും. കാരണം ലാൻഡിനെ അപേക്ഷിച്ച് ഓഷ്യൻസ് ഹീറ്റപ്പ് ആവാനും കൂൾ ഡൗൺ ആവാനും ഒരുപാട് ടൈം എടുക്കും. ഇതൊരു വലിയ ലോ പ്രഷർ സോൺ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യും. അതെങ്ങനെയെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നത് കാരണം സർഫസ് ലെവലിലുള്ള എയറൊക്കെ ചൂടായി മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അത് കാരണം സർഫസ് ലെവലിൽ ഒരു ലോ പ്രഷർ സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ ഒരു പ്രഷർ ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ നേച്ചർ അതിനെ ബാലൻസ് ചെയ്യാൻ നോക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ ഹൈ പ്രഷർ സോണിൽ നിന്ന് എയർ ലോ പ്രഷർ സോണിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. സോ ഇവിടെ ഹൈ പ്രഷർ സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഓഷ്യനും ലോ പ്രഷർ സോൺ എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റുമാണ്. അങ്ങനെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനെ ലക്ഷ്യമാക്കി സൗത്ത് ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് ഒരു മാസീവ് എയർ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇതൊരു സാധാരണ വിൻഡ് ആയിരിക്കില്ല. കാരണം ഈ ഒരു സംഭവം തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ട് വേണം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ എത്താൻ വേണ്ടിയിട്ട്. സോ ഈ യാത്രേൻ്റെ ഇടയിൽ ഇവർ ചുമ്മാ വരികയല്ല, വഴിനീള മോയ്സ്ചറിനെയും അബ്സോർബ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ഇവിടെ നമ്മുടെ സൗത്ത് വെസ്റ്റേൺ മൺസൂണിൻ്റെ തുടക്കമാകാണ്. ഈ വിൻഡ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് സദേൺ ഹെമിസ്ഫിയറിൽ നിന്നാണ്. എന്നാൽ ഇത് ഇക്വേറ്റർ ക്രോസ് ചെയ്ത് മുന്നോട്ട് നോർത്തിലേക്ക് പോകുന്തോറും, അതായത് ലോ പ്രഷർ വാക്വം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ വിൻഡിൻ്റെ പാത്ത് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓൾറെഡി എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം വിൻഡ് സ്ട്രെയിറ്റ് പാത്തിലൊന്നും അല്ല മൂവ് ചെയ്യുക. അങ്ങനെ ഈ മൂവ് ചെയ്യുന്ന വിൻഡിൻ്റെ ഡയറക്ഷൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വെച്ച് റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഗതി മാറുന്ന വിൻഡാണ് നമ്മുടെ പവർഫുൾ സൗത്ത് വെസ്റ്റേൺ മൺസൂണായി കേരളത്തെ തൊടുന്നത്. ഇങ്ങനെ ഒരു ഡയറക്ഷൻ ചേഞ്ചിന് കാരണം കൊറിയോളിസിസ് എഫക്റ്റാണ്. ഇതുണ്ടാവാനുള്ള പ്രൈമറി റീസൺ നമ്മുടെ എർത്തിൻ്റെ റൊട്ടേഷൻ തന്നെയാണ്. നമ്മുടെ എർത്തിൻ്റെ ആക്ച്വൽ ഷേപ്പ് എന്ന് പറയുന്നത് ജിയോയിഡാണ്. എന്നാൽ നമുക്ക് വരയ്ക്കാനും മനസ്സിലാക്കാനുള്ള കൺവീനിയൻസിനൊക്കെ വേണ്ടി നമ്മൾ എലിപ്സോയിഡോ അല്ലെങ്കിൽ ഒബ്ലേറ്റ് സ്പിറോയിഡോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് സിംപ്ലി കൊറിയോളിസിസ് എഫക്റ്റ് എന്ന് നോക്കാം. നിങ്ങളൊരു മെറീഗോ റൗണ്ടിൻ്റെ നടുവിൽ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. ഇനി ഞാൻ നിങ്ങളുടെ നേരെ ഒരു ബോൾ എറിയും. പുറത്തുനിന്ന് നോക്കുന്ന എനിക്ക് ആ ബോൾ നേരെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുക. എന്നാൽ മെറീഗോ റൗണ്ടിനുള്ളിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ആ ബോൾ സൈഡിലേക്ക് വളഞ്ഞു പോകുന്നതായിട്ട് തോന്നും. നിങ്ങളൊരു റൊട്ടേറ്റിംഗ് സ്പേസിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ കൊറിയോളിസിസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ നമ്മുടെ ഭൂമിയിൽ വർക്കാവുന്നു എന്ന് നോക്കാം. നമ്മുടെ ഭൂമി കോൺസ്റ്റൻ്റ്ലി വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭൂമിയുടെ എല്ലാ സൈഡും ഒരേ സ്പീഡിലല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്. പോൾസിനെ അപേക്ഷിച്ച് ഇക്വേറ്റർ റീജിയണിൽ ഈ ഒരു സ്പീഡ് കൂടും. കാരണം പോൾസിനെക്കാട്ടും കൂടുതൽ ഏരിയ ഒരു റൊട്ടേഷനിൽ ഇക്വേറ്ററിൻ്റെ റീജിയണിൽ കവർ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് മൺസൂൺ വിൻഡിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വിൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇക്വേറ്ററിൻ്റെ സൗത്തിൽ നിന്നാണെന്ന്. അങ്ങനെ ഈ വിൻഡ് നോർത്തിലേക്ക് മൂവ് ചെയ്ത് ഇക്വേറ്ററിൻ്റെ അടുത്തെത്തുമ്പം നമ്മുടെ എർത്തിൻ്റെ ആ ഇക്വേറ്റർ റീജിയൺ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഈ ഒരു വിൻഡും ആ ഒരു മൊമെൻറ്റം അക്വയർ ചെയ്യും. ഇനി ഈ കാറ്റ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റൽ ലോ പ്രഷർ കാരണം നോർത്ത് ലക്ഷ്യമാക്കി വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങും. എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും ഫിസിക്സിൻ്റെ ചെറിയൊരു കളി അവിടെ നടക്കുന്നുണ്ട്. അതായത് ഇവിടെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ ഏത് മൊമെൻറ്റത്തിലാണോ
ഈ വിൻഡ് ഇക്വേറ്റർ പാസ് ചെയ്തത് അതേ മൊമെൻറ്റത്തിൽ തന്നെയായിരിക്കും നോർത്തിലേക്കും പോകുന്നത്. അങ്ങനെ ഈ വിൻഡ് ഇക്വേറ്ററിൽ നിന്ന് വിട്ട് വരുംതോറും താഴെ ഭൂമിയുടെ റൊട്ടേറ്റിംഗ് സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരികയായിരിക്കും. അങ്ങനെ നോർത്തേൺ ഹെമിസ്ഫിയർ എത്തുമ്പോൾ നമുക്കൊരു ബെൻഡ് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ബെൻഡ് ചെയ്തതാണ് നമ്മുടെ പവർഫുൾ സൗത്ത് വെസ്റ്റേൺ മൺസൂൺ വിൻഡ്. ഈ വിൻഡ് ഇന്ത്യയിലെത്തുന്നതിന് മുന്നേ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഒന്ന് അറേബ്യൻ സീ ബ്രാഞ്ചും മറ്റേത് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും. ഇനി ഈ അറേബ്യൻ സീ ബ്രാഞ്ചിന് വേണ്ടി തുറന്നിട്ടൊരു വാതിൽ പോലെയാണ് നമ്മുടെ കേരളം ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ മൺസൂൺ കാറ്റ് കേരളത്തെ തൊടുന്നത്. ഇനിയാണ് നമ്മുടെ കഥയിലെ വേറൊരു മെയിൻ ക്യാരക്ടറിൻ്റെ എൻട്രി, അതായത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകൾ. 1600ഓളം കിലോമീറ്റർ ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റൽ ലൈനിൽ നീണ്ടു കിടക്കുന്ന ഈ മലനിരകൾ ഒരു വലിയ മതിൽ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിലെത്തിയ മൺസൂൺ കാറ്റ് ഈ വലിയ മതിലിൽ തട്ടി മുകളിലേക്ക് ഉയരും. അങ്ങനെ മുകളിലേക്ക് ഉയരും തോറും മോയ്സ്ചർ നിറഞ്ഞ ഈ കാറ്റ് തണുക്കാൻ തുടങ്ങും. അങ്ങനെ തണുക്കും തോറും ഇതിന് മോയ്സ്ചർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കുറഞ്ഞു വരും. അങ്ങനെ ഈ വാട്ടർ വേപ്പേഴ്സ് എല്ലാം കണ്ടൻസ് ചെയ്ത് ക്ലൗഡ്സായി മാറും. അങ്ങനെ ഈ വാട്ടർ വേപ്പേഴ്സ് എല്ലാം കണ്ടൻസ് ചെയ്ത് വലിയ വലിയ ക്ലൗഡ്സ് ആയിട്ട് നമ്മുടെ കേരളത്തിലേക്ക് പെയ്തിറങ്ങാൻ തുടങ്ങും. ഇങ്ങനെ മലയിൽ തട്ടി പെയ്യുന്ന മഴയെ ഓറോഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ ശൈലവൃഷ്ടി, പർവ്വതവൃഷ്ടി ഇങ്ങനെയൊക്കെ പറയും. എന്നാൽ കേരളത്തിന് ഹീറോ ആയ ഈ വെസ്റ്റേൺ ഗട്ട്സ് മറ്റൊരു സ്ഥലത്തെ വില്ലനാണ്, നമ്മുടെ അയൽവാസിയെ തമിഴ്നാടിന്. കേരളത്തിൽ വെച്ച് തന്നെ ഭൂരിഭാഗം മോയ്സ്ചറും നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ കാറ്റ് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത്. സോ തമിഴ്നാട്ടിൽ ഭയങ്കര കുറച്ച് റെയിൻഫോളേ ഈ സമയത്ത് കിട്ടുള്ളൂ. ഇന്ത്യയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ഒരു സമയത്ത് മഴ പെയ്യുമ്പം തമിഴ്നാട് ഒരു റെയിൻ ഷാഡോ റീജിയനായിട്ടായിരിക്കും നിൽക്കുന്നത്. ഇനി മൺസൂണിൻ്റെ ഈ കഥ കേരളത്തിൽ അവസാനിക്കുന്നില്ല. കാരണം അങ്ങ് നോർത്തിൽ ഒരു കൂറ്റൻ മലനിര ഇതിനെയും കാത്തു നിൽക്കുന്നുണ്ട്. അതെ, നമ്മുടെ ഹിമാലയാസ്. അങ്ങനെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുന്ന ഈ മൺസൂണിനെ സെൻട്രൽ ഏഷ്യയിലേക്ക് പോവാതെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ തന്നെ ഈ ഹിമാലയാസ് ട്രാപ്പ് ചെയ്ത് വെക്കും. സോ കേരളത്തിൽ നിന്ന് തുടങ്ങിയ മൺസൂൺ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എത്തും. ഇങ്ങനെയാണ് നോർത്തേൺ വോളായി ആക്ട് ചെയ്യുന്ന നമ്മുടെ ഹിമാലയാസിനും അതുപോലെ കോസ്റ്റൽ വോളായി ആക്ട് ചെയ്യുന്ന നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിനും ഇടയിൽ ഭൂമിയിലെ തന്നെ പവർഫുൾ വെതർ സിസ്റ്റമായി നമ്മുടെ മൺസൂൺ മാറുന്നത്.